ഫൈബ്രോയിഡും മാനസികാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടോ? ഫൈബ്രോയിഡിനെ ബാധിക്കുന്ന ഒട്ടനേകം കാര്യങ്ങളിൽ ഒന്നുകിൽ ഫൈബ്രോയിഡ് ഉണ്ടാവുന്നതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഫൈബ്രോയിഡ് വലുതാവുന്നതിനെ ബാധിക്കുന്ന അനേകം കാര്യങ്ങളിൽ ഒന്നാണ് ഉറക്കമില്ലായ്മ. പ്രത്യേകിച്ചും നമ്മൾ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്ത, ഒരു രാത്രിയിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ അത് ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന സ്ത്രീകളിലായിരിക്കാം. കുട്ടികൾ ബഹളം വയ്ക്കും, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാവുക, അവരെ കെയർ ചെയ്യണം, അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ കൂടെ ചെല്ലണം. അപ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. ചിലപ്പോൾ ജോലിപരമായ കാരണങ്ങൾ, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലിപരമായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ മൊത്തമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതൊക്കെ ഫൈബ്രോയിഡിൻ്റെ ഉണ്ടാവുന്ന അവസ്ഥയെ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കാം. പക്ഷേ തീർത്തും ഇത് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇതുണ്ടാക്കുന്നത് ഈ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകുമ്പോൾ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുണ്ടാകും. ആ വ്യതിയാനങ്ങൾ ഇൻഡയറക്റ്റ്ലി ഇതിനെ ബാധിക്കും.